നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞതാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമെന്ന് ആനപ്രേമി സംഘം. 700-ലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ നിലവിൽ 390 ആനകൾ മാത്രമാണുള്ളതെന്നും ഇതിൽ 290 ആനകൾ മാത്രമാണ് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതെന്നും ആനപ്രേമി സംഘം ഭാരവാഹി ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. എണ്ണം കുറഞ്ഞതോടെ വിശ്രമം നൽകാതെ ആനകളെ കൂടുതൽ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നു. ചൂട് വർദ്ധിച്ചതോടെ ആനകൾ ഇടയുന്നതും പതിവായി. നാട്ടാന പരിപാലന ചട്ടം പാലിക്കാതെയാണ് ചില ഉത്സവ കമ്മിറ്റികൾ എഴുന്നള്ളിപ്പ് നടത്തുന്നതെന്നും ആനകൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമീപത്ത് DJ സൗണ്ട് സിസ്റ്റം, നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നത് ആനകളെ അസ്വസ്ഥരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ തലപൊക്ക മത്സരങ്ങളുടെ പേരിൽ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹരിദാസ് മച്ചിങ്ങൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ആനകളിടയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആനകൾ ഇടഞ്ഞതിന് പിന്നാലെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, വടക്കയിൽ സ്വദേശി രാജൻ എന്നിവർ മരിച്ചത്. 30ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അതിനു മുൻപായി തൃശൂരിലും കാസർഗോഡും എഴുന്നള്ളത്തിനിടെ ആനയിടഞ്ഞ് 2 പേർക്കും ജീവൻ നഷ്ടമായിരുന്നു. ചട്ടങ്ങൾ പാലിക്കാതെ ആനകളെ എഴുന്നള്ളിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ.